സോഷ്യൽ മീഡിയ കിടന്നിട്ട് എൻ്റെ അച്ഛനെയും അമ്മനെയും ആർക്ക് വേണമെങ്കിലും പറയാം. നമ്മൾ ആരുടെയെങ്കിലും അച്ഛനോ അമ്മക്കോ പറഞ്ഞാൽ ജസ്ന ഇത് മോശമായി പോയി, ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. പള്ളിയിലച്ഛന്മാർ അന്നപ്പം അവിടെ ഇങ്ങനെ പ്രത്യക്ഷപ്പെടും. എന്നിട്ട് പറയും, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അവർ പറഞ്ഞതിന് അവർ വീട്ടുകാരെ ഉൾപ്പെടുത്തരുത്. എന്താ ഉപദേശം? എൻ്റെ അച്ഛനെയും അമ്മനെയും ആർക്കും പറഞ്ഞിട്ട് പോവാം. ഉം. പിന്നെ നമ്മുടെ അതുലി ചേട്ടന്മാര്, അതുലി ചേട്ടന്മാരല്ല, അതുലി ചെറ്റകൾ. ആ ചെറ്റകളോട് എനിക്ക് മറുപടി പറയാനുള്ളത് എന്താണെന്നറിയോ? ആദ്യം നമ്മുടെ സൗണ്ട് തോമേനോട് പറയാം. എടാ സൗണ്ട് തോമേ, നിന്റെ അമ്മ മുനുകൂടിയും വേഗക്കൂടിയും അടിക്കൂടിയും ഒക്കെ കയറ്റി മോൻ കണ്ട് വളർന്നതായിരിക്കാം ഇപ്പം നിനക്ക് ഇങ്ങനെ പറയാനുള്ള ഒരു അവസരം വന്നത്. അതുപോലാണ് എല്ലാ സ്ത്രീകളും എന്ന് കരുതരുത് സൗണ്ട് തോമേ. നിന്റെ അമ്മയുടെ സ്വഭാവമാണ് എല്ലാ സ്ത്രീകൾക്കും എന്നുള്ളത് കരുതരുത്. നിന്റെ അമ്മ ആരെയും വിളിച്ച് കയറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെ നിനക്ക് സൗണ്ട് തോമന്റെ ഫേസ് വന്നു? അതുകൂടി ഒന്ന് പറ. നിന്റെ അച്ഛനും ഇല്ല, നിന്റെ അമ്മക്കും ഇല്ല, പിന്നെ എങ്ങനെ വന്നു? അപ്പൊ അമ്മനോട് ചോദിക്കേ, അമ്മേ അച്ഛൻ ആരാന്ന് ചോദിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ സൗണ്ട് തോമേ. പിന്നെ അടുത്ത അതുല ഏട്ടനോട്, എൻ്റെ പൊണ്ണാരേട്ടാ, ഒരാളിങ്ങനെ കോപ്പി അടിച്ചിട്ട് സെയിം ഡയലോഗ് അടിക്കാണ്ട് വേറെ പുതുതായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞൂടെ? ഇതാ സൗണ്ട് തോമ പറഞ്ഞ തന്നെ റിപ്പീറ്റ് ചെയ്ത് ഞാൻ പറയാനും നാണുണ്ടോടോ? എൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് വന്നിട്ടില്ലല്ലോ, പിന്നെ ഇങ്ങനെ എന്തിനാ പേടിക്കുന്നത്? പിന്നെ ആ സൗണ്ട് തോമനോട് പറഞ്ഞതിൻ്റെ മാതിരി തന്നെയാണ് നിന്നോടും പറയാനുള്ളത്. നിന്റെ അമ്മ അങ്ങനെ പലരെയും കയറ്റി കാണും, നീ അത് കണ്ടും കാണും. എന്ന് വെച്ചിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയാൻ പാടില്ലാട്ടോ. അതെന്തുകൊണ്ടാന്നറിയോ? ആ പറയുന്നത് മോശ. നിന്റെ അമ്മക്ക്, നിന്റെ അമ്മയുടെ നായര് 2ാം കെട്ടിന് പോയിട്ടല്ലേ ഞാൻ ഗുരുവായൂർ പോയി ബിരിയാണി വിളമ്പിയത്? നിന്റെ അമ്മയുടെ നായര് 2ാം കെട്ടിന് പോവണ്ട എന്ന് നിനക്ക് പറഞ്ഞാൽ പോരായിരുന്നോ? എന്നാൽ ഞാൻ അവിടെ പോയിട്ട് ബിരിയാണി വിളമ്പില്ലായിരുന്നല്ലോ. അതുകൊണ്ട് മാത്രമല്ലേ ഇപ്പം ഇവിടെ ബിരിയാണി പ്രശ്നം ഉണ്ടായത്. അതുകൊണ്ട് നിന്റെയും മറ്റേ സൗണ്ട് തോമയുടെയും അമ്മമാർ ചെയ്യും പോലെ എല്ലാ സ്ത്രീകളും ചെയ്യുമെന്ന് നിങ്ങൾ കരുതരുത്. പിന്നെ എനിക്ക് 1, 2, 3 ഭർത്താവ് ഉണ്ടായിക്കോട്ടെ, അത് നിങ്ങൾ പേടിക്കുകയും ചെയ്യരുത്. കാരണം ആ 1ലും 2ലും 3ലും നിങ്ങളുടെ ആരെയും അച്ഛൻ പെടുന്നില്ല. പിന്നെ നിങ്ങൾ എന്തിനു പേടിക്കണം? നിങ്ങൾ പേടിക്കേണ്ടത് ഈ 1ലോ 2ലോ 3ലോ നിങ്ങളുടെ അച്ഛൻ പെടുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ പേടിക്കേണ്ടതുള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങൾ പേടിക്കേണ്ട ഒരാവശ്യമില്ല. അല്ലാത്ത പക്ഷമാണല്ലോ നിങ്ങൾക്ക് എൻ്റെ ചെറിയമ്മയെന്ന് വിളിക്കേണ്ട ആ ഒരു സാഹചര്യം വരുന്നത്. അത് വരേണ്ടി വരൂല കേട്ടാ. അപ്പോൾ ഈ വ്യാജ പ്രചരണം നടത്തിയിട്ടേ ഈ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് നിനക്കൊക്കെ കിട്ടാനുണ്ടാവുന്നത് എന്ത് എന്ന് ഞാൻ ചോദിക്കുന്നില്ല. ഇതിനെക്കാട്ടിലൊക്കെ നല്ലത് എന്താണെന്നറിയോ? അതുലേട്ടന്മാരെ ഒരു പാ വിരിച്ച് റോട്ട് പോയിട്ട് തെണ്ടി തന്ന് ഇതിനെക്കാട്ടിലും അന്തസ്സുണ്ടാവും. ഈ പരദൂഷണം പണ്ടൊക്കെ പരദൂഷണം പറയില്ല സ്ത്രീകളായിരുന്നല്ലോടാ. ആ സ്ഥാനത്തേക്ക് അതുലുമാര് ഏറ്റെടുത്തു അല്ല. കൊച്ചു കള്ളന്മാര്. അപ്പം മക്കളെ, വേഗം പോയിട്ട് ഒരു പുതിയ പായ വാങ്ങുക, റോട്ടിലാട്ട് വിരിക്കുക. വേണമെങ്കിൽ നിന്റെയൊക്കെ അമ്മക്ക് സുഖമാണോ? സംസാരിക്കാൻ ആരും ഇല്ലെങ്കിൽ അമ്മമാരെയും കൂട്ടുന്നത് കുറച്ചും കൂടി നല്ലതായിരിക്കും. ഓക്കെ, ബൈ.